ഈ കാലവും സാഹചര്യങ്ങളും മാറുന്നതനുസരിച്ച് ഒരുപാട് സംഗതികൾ കാലഹരണപ്പെടും. കാലഹരണപ്പെടാതിരിക്കണമെങ്കിൽ കാലത്തിൻ്റെ ആവശ്യങ്ങളോട് പലതും അതിലേക്ക് കൂട്ടിച്ചേർക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഇത് ഭൗതിക വിഷയങ്ങളിൽ മാത്രമല്ല, മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ, പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ നിർമ്മാണങ്ങളിൽ, മസ്ജിദുകളുടെ നിർമ്മാണങ്ങളിൽ ഒക്കെ ഇത് വളരെ പ്രസക്തമാണ്. ഒരു കാലത്ത് നമ്മുടെ പള്ളി ദറസുകൾ പിന്നെ പള്ളിയോട് ചേർന്ന് നടത്തുകയും അവിടെ ഈ പറഞ്ഞ ആത്മീയ വിദ്യാഭ്യാസം മാത്രം നേടുകയും പണ്ഡിതന്മാരായി ഇറങ്ങി ആ മേഖലയിൽ സേവനമനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത ഒത്തിരി പേരുണ്ടായിരുന്നു. കാലം ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വരുമാനം വേണം. വരുമാനത്തിന് മാന്യമായ ഒരു തൊഴിൽ വേണം. ആ തൊഴിൽ വേണമെങ്കിൽ ഇന്നത്തെ കാലത്തിൻ്റെ ഈ ജോലി സാധ്യതകളുടെ ഡിമാൻഡിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ഉണ്ടായി നല്ല ആത്മീയ മൂല്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന മനുഷ്യർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സായിട്ടും ട്രാൻസ്ലേറ്റേഴ്സായിട്ടും സിഇഒസായിട്ടും ഡോക്ടേഴ്സായിട്ടും എഞ്ചിനീയേഴ്സായിട്ടും ഒക്കെ ഉണ്ടാവണം. ഞാനൊരു ടെസ്റ്റിന് വേണ്ടി പള്ളിദറസുകളെക്കുറിച്ച് 1-2 പള്ളിദറസുകളെക്കുറിച്ച് ഞാൻ പഠിച്ചു. അങ്ങനെ പഠിച്ചപ്പോൾ 10ഉം 200ഉം 150ഉം 300ഉം പിള്ളേർ ആകെ പഠനമിറങ്ങി പുറത്തിറങ്ങിയതിൽ കേവലം 3, 4, 5 പേരാണ് ഈ എവിടെയെങ്കിലുമൊക്കെ പള്ളികളിൽ ഇമാമുമാരായൊക്കെ ജോലി കിട്ടിയിട്ടുള്ളത്. അതും വളരെ പരിമിതമായ വരുമാനത്തിൽ. ബാക്കിയുള്ളവരൊക്കെ പലരും കച്ചവടം, തൊഴിൽ ഇങ്ങനെയുള്ള മേഖലകളിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ്. ചിലരൊക്കെ ആ രൂപം തന്നെ ഉപേക്ഷിച്ച് മറ്റ് തൊഴിലുകളിലേക്ക് പോയി. അവരൊക്കെ ഇന്ന് ചിന്തിക്കുമ്പോൾ 5, 6, 7 വർഷം ഇതിനുവേണ്ടി നഷ്ടപ്പെടുത്തി എന്നതായിരിക്കും അവർ കണക്ക് കൂട്ടുക. വീട്ടിൽ നല്ല ചുറ്റുപാടും നല്ല കടയും വ്യാപാരവും കച്ചവടവും ഒക്കെ ഉണ്ടെങ്കിൽ മക്കളൊക്കെ ഈ പറഞ്ഞ പണ്ഡിതന്മാരുമൊക്കെ ആയാൽ ആ കച്ചവടമൊക്കെ നോക്കി നടത്തി അങ്ങ് മുന്നോട്ട് പോയാൽ മതി. പക്ഷേ ഒന്നുമില്ലാത്ത മനുഷ്യരുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മക്കൾ ക്ലച്ച് പിടിച്ചും പച്ച പിടിച്ചും വേണം ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ. ഇല്ലെങ്കിൽ അവർ പലതിനും ആളുകളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരും. ഒരു കൊച്ചുപെരുന്നാളിനും നോമ്പ് കാലത്തിനുമൊക്കെ വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷം വരും. എന്നാൽ വ്യവസ്ഥാപിതമായി വളരെ ആധുനികമായ കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അതൊന്നും ഈ പ്രശ്നം വരുന്നില്ല. പക്ഷേ മറ്റു പലയിടങ്ങളിലും അങ്ങനെയല്ല. ഞാനിത് പറയാൻ കാരണം ഈ കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സമീപനങ്ങളിലൊന്നാണ് ഈ വഫിയ കോഴ്സുകൾ. അതിലെ മിടുക്കരായ ഒരുപാട് കുട്ടികളെ, ഒരുപാട് ചെറുപ്പക്കാരെ പലപ്പോഴും പല വിദേശ രാജ്യങ്ങളിലും ഒക്കെ സന്ദർശിക്കുമ്പോൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, പ്രതീക്ഷിക്കാറുണ്ട്, ഈ പള്ളിദറസുകളിൽ കുറച്ച് കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ സ്ഥിരമായി താമസിപ്പിച്ച് 7-8 കൊല്ലം കഴിഞ്ഞ് അവർ ഈ പൊതുസമൂഹത്തിൽ ആരായിട്ടാണ് നാളെ ജീവിക്കാൻ പോകുന്നത്? എന്തുറപ്പാണ് അവരുടെ ജീവിതത്തിന്മേലുള്ളത്? അവരെയൊക്കെ പലയിടങ്ങളിലും ഈ മരണപ്പെട്ട് കഴിയുമ്പോൾ വന്ന് പാതിരാ വേറെ വരെ, ചിലപ്പോൾ പുലർച്ചെ വരെ ഖുർആൻ ഉറങ്ങി തൂങ്ങി വീഴുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും, നമ്മുടെ മക്കളുടെ അടുത്ത് അങ്ങനെ ഇരിക്കാൻ പറഞ്ഞാൽ അവരിയ്ക്കുമോ? ഇതൊരു നിബന്ധനയുടെയും നിർബന്ധത്തിൻ്റെയും പേരിൽ ഇരിക്കുന്നതാണ്. അല്ലാതെ ഇതിൻ്റെ മഹത്വമൊന്നും അവർ ഉൾക്കൊണ്ടൊന്നും അല്ല. വളരെ ചെറിയ കുഞ്ഞുങ്ങൾ, ഇതൊക്കെ വളരെ ക്രൂരമാണ്, വളരെ മാരകമാണത്. ഞാൻ എവിടെ ചെന്നാലും ഒരു 10-10:30 ആകുമ്പോൾ ആ വീട്ടുകാരോട് പറയും, ഈ കുഞ്ഞുങ്ങളെ വിടാൻ പറയും. ഇനി രാവിലെ വേണമെങ്കിൽ അവർ വന്നിരുന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറയും. അങ്ങനെ പറയുന്ന ഓതിക്കോട്ടെ എന്ന് പറയും. അത് ഖുർആനിലുള്ളതാണോ ഇല്ലാത്തതാണോ മറ്റേതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചാടി വീഴും. ഞാൻ ആ ചർച്ചയല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വഫിയ കോഴ്സിൻ്റെ അതിനുവേണ്ടി വിളിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. അതുകൊണ്ടാണ് ഇത് പറയാമെന്ന് വിചാരിച്ചത്. വളരെ മനോഹരമായി അവരതിൻ്റെ ഇൻട്രോ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണേണ്ടതാണ്. അതുമാത്രമല്ല, കഴിയുന്നവർ അത് പഠിക്കുകയും ചെയ്യേണ്ടതാണ്. അല്ല, മക്കളെ പഠനമൊക്കെ എന്തായി? അവര് നാട്ടിലാണിപ്പോൾ. വലിയ മോനെ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വാഫി ഫൗണ്ടേഷനിൽ ചേർത്തു. അവിടെ ആകുമ്പോൾ സ്കൂള് റെഗുലർ പഠനം നടക്കുന്നു. അതിൻ്റെ കൂടെ കുട്ടികൾക്ക് ഇസ്ലാമിക പഠനം, ഇംഗ്ലീഷ്, അറബി ഭാഷകൾ LSRW അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ UN-ന്റെ ലിസ്റ്റിൽപ്പെട്ട ലൈഫ് സ്കില്ലുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. എല്ലാത്തിനുപരി ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട വായന, പുസ്തകങ്ങൾ അതൊക്കെ ഒരേ സമയത്ത് അവർക്ക് നേടാൻ പറ്റുകയാണ്. നമ്മുടെ മോൻ തന്നെ 7ാം ക്ലാസ് കഴിയോളം നാട്ടിലോ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുമ്പോൾ സ്കൂളിലോ ഒന്നും സ്പോർട്സ് കാര്യങ്ങളിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്ന ആളല്ല. ഫൗണ്ടേഷനിൽ ചേർന്ന ശേഷം അവൻ്റെ അധ്യാപകർ അവൻ്റെ സ്കില്ല് കണ്ടെത്തുകയും
ആദ്യമായിട്ട് നടന്ന വാഫി ഫൗണ്ടേഷൻ്റെ കോളേജുകൾ തമ്മിലുള്ള സ്പോർട്സ് മീറ്റിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യനായി വരെ അവൻ മാറുകയും ചെയ്തു. ആർട്സ് കാര്യങ്ങളിൽ പിന്നെ ചെറിയ താല്പര്യം പൊതുവെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവിടെ ചെന്ന ശേഷം പ്രസംഗം, എഴുത്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ മികവ് പുലർത്തുകയും കോളേജിലെ ഫെസ്റ്റിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യനാവുകയും ചെയ്തു. ഇതേ കോഴ്സ് തന്നെ പെൺകുട്ടികൾക്കും വിവിധ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ലഭ്യമാണ്. ചുരുക്കത്തിൽ 7ാം ക്ലാസ് കഴിയുന്ന നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആശ്രയിക്കാൻ പറ്റുന്ന വളരെ മികച്ച ഒരു കോഴ്സായിട്ടാണ് ഇതുവരെയുള്ള നമ്മുടെ വഫിയ ഫൗണ്ടേഷനെ കുറിച്ചുള്ള അനുഭവം.